അനുമോൾക്ക് പ്രണയം അനീഷിനോട് മാത്രമല്ല, ശാരിക, കെ ബി, ശ്രീ മോഹൻലാൽ, അങ്ങനെ ലിസ്റ്റ് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഇപ്പം ലൈവിൽ നടന്നൊരു ചെറിയൊരു കശപിശ, അതായത് നൂറയും ശാരിക കെ ബിയും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം, വഴക്കോ എന്തൊക്കെയോ കുറച്ച് സംഭവം ഉണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, പണ്ട് പിന്നെ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്തെന്തോ ശാരിക കെ ബി ആതിരയുടെ അടുത്തും നൂറയുടെ അടുത്തും പറഞ്ഞു പോലും അനുമോൾക്ക് ശാരിക കെ ബിയുടെ അടുത്ത് എന്തോ ഒരു ലവ്വോ എന്തോ ഉണ്ടെന്ന്. അതുകൊണ്ട് അനുമോളെ കൊണ്ട് ശാരിക കെ ബിയോട് ഐ ലവ് യു പറയിക്കുന്നൊക്കെ ഈ ആതിരയുടെ അടുത്ത് നൂറയുടെ അടുത്ത് ഈ ശാരിക കെ ബി പറഞ്ഞിരുന്നു പോലും. അപ്പോൾ ഇതറിഞ്ഞ ശേഷം ആതിരയും നൂറയും അനുമോളെ ഡ്രസ്സിങ് റൂമിൽ വിളിച്ചു കൊണ്ടുപോയി ചോദിച്ചു എന്ന്. അപ്പോൾ അനുമോൾക്ക് ഈ സംഭവം അറിയ പോലും ഇല്ല. അതുപോലെ തന്നെ അനുമോൾ അയ്യേ ഞാൻ അങ്ങനെയൊന്നും പറയുമൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന്. അപ്പം ഇത് പുറത്തിറങ്ങിയ ശേഷം ശാരിക കെ ബി കണ്ടു ഇങ്ങനെ ആതിര നൂറി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അപ്പം അവരോടെന്തോ ശത്രുത, അതിൻ്റെ പേരിലാണ് ഇപ്പം നൂറിയൊക്കെ ശാരിക കെ ബി ട്രിഗർ ചെയ്യുന്നതെന്നാണ് നൂറ പറയുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ലിസ്റ്റ് വരുമല്ലോ. ഇനിയിപ്പം അനീഷ് കഴിഞ്ഞു, ശാരിക കെ ബി, ഇനിയിപ്പം ശ്രീ മോഹൻലാലിനെ കുറിച്ചും പറയും. കാരണം മോഹൻലാലിനോടല്ലേ അനു ചോദിച്ചത്, എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. അപ്പോൾ പിന്നെ കുറേ പേര് ഇനി അതും പറഞ്ഞിട്ട് വരും. ഏതാ അനീഷിനെ കയ്യും കാലം കാണിച്ചു, മോഹം കൊടുത്തു, പറ്റിച്ചു. പിന്നെ തങ്കച്ചനെ കയ്യും കാലം കാണിച്ചു, മോഹം കൊടുത്തു, പറ്റിച്ചു. ശാരിക കെ ബി ഇപ്പം ഇനി ഈ കഥയും കൊണ്ടുവരും, മോഹം കൊടുത്ത് പറ്റിച്ചു. ഇനിയിപ്പോൾ ശ്രീ ലാലേട്ടനും കൂടി ആയിക്കോട്ടെ, ഐ ലവ് യു ഒക്കെ പറഞ്ഞതല്ലേ, എങ്കിലും എന്നോട് പറ ഐ ലവ് യു എന്ന്. അപ്പം പിന്നെ ലാലേട്ടന് മോഹം കൊടുത്ത് പറ്റിച്ചു എന്ന് വരട്ടെ, വരുമല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പോൾ പോക്ക്. എല്ലാം കൂടി അനുവിൻ്റെ മണ്ടയ്ക്കാണല്ലോ. പിന്നെ അതായിട്ട് ഇനി കുറക്കേണ്ട ആവശ്യമില്ല.